ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഈ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടത് 1 കപ്പ് ഗ്രീൻ പീസ്. ഇത് പുഴുങ്ങി കടകളിൽ കിട്ടുന്ന എല്ലാ മാർജിൻ ഫ്രീ കടകളിലും ഉപ്പിട്ട് പുഴുങ്ങി ഇങ്ങനെ ഗ്രീൻ പീസ് കിട്ടും. അതൊരു കപ്പ്. ഇത് നല്ലപോലെ വെന്തതാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കും. ഒരു സാമാന്യം വലിയ തക്കാളി പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞ് അത് അരച്ച് വെച്ചിരിക്കും. പിന്നെ പൊടികൾ 3 പൊടികൾ: 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള കുഞ്ഞായി അരിഞ്ഞത്, മല്ലിയില, ഇത് ഏറ്റവും അവസാനം ഇടാനുള്ള ഗരം മസാല, പിന്നെ എണ്ണ. ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ഒരു കടായി അടുപ്പത്ത് വെക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ആദ്യമായിട്ട് കുറച്ച് വേപ്പില ഇടുക. പച്ചമുളക്, വെളുത്തുള്ളി. തീ അത്ര വലിയ ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിം. ഇനി അതിലോട്ട് നമ്മൾ സവാള ഇടുക. സവാള ഇട്ട് കഴിയുമ്പോൾ തൽക്കാലം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടാം. 1/2 ടീസ്പൂൺ ഉപ്പിടുക. ഇടയ്ക്ക് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ സവാളക്കൊരു ലൈറ്റ് ബ്രൗൺ കളറാകണം. സവാള ഒരു സ്ലൈറ്റ് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ആ പൊടികൾ അതിലോട്ടിടും. തീ ഓഫ് ചെയ്ത് പൊടികളിട്ട്. പൊടികളിൽ നമ്മൾ ഗരം മസാല അവസാനം ഇടാൻ വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ ഇടണ്ട, അത് ആൾറെഡി വെന്ത സാധനമാണ്. ഇപ്പോൾ ആ പൊടികളുടെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉരുളൻകിഴങ്ങ്, തക്കാളി അരച്ചത്, ഉരുളൻകിഴങ്ങ് വേവിച്ച് പൊടിച്ചത്, തക്കാളി പുഴുങ്ങി തൊലി കളഞ്ഞ് അരച്ചത്, തക്കാളി ഇട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കും. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മൾ തീ കത്തിച്ച് കഴിഞ്ഞ് ഉരുളൻകിഴങ്ങും തക്കാളി ഇട്ടിരിക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കും. ഗ്രീൻ പീസ് ഇടുക. ഗരം മസാലയും കൂടി ഇട്ട്. ഈ കറി മെയിനായിട്ട് ഒരു ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പിന്നെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാം. ആദ്യം ഇത് അവസാനമായിട്ട് നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് നോർമലാണെങ്കിൽ പിന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ആ മല്ലിയിലയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്യുക. 15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഗ്രീൻ പീസ് കറി റെഡിയായി. ഈ റെസിപ്പി അനുസരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് സെർവ് ചെയ്താൽ മതി.